നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ്. ഇത്രയും ഗതികെട്ട പാർട്ടി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇല്ല എന്ന്. ദിനം പ്രതി കണക്കില്ലാതെയാണ് ഓരോ നേതാക്കളും BJP പാളയത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ഭാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നിരുന്നു. കോൺഗ്രസിന് വലിയ ജയപ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരു മണ്ഡലമായിരുന്നിട്ടും ഇൻഡോറിൽ ഒരു യുവ നേതാവിനെ ഇറക്കി തിരഞ്ഞെടുപ്പിൽ ശക്തമായി പൊരുതാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം. അതിനാണ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞതും. ഇപ്പോൾ ഈ ഗതികേടിൽ മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് തേടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. മറ്റു ചിലർ പറയുന്നത് ഇൻഡോറിൽ BJPക്ക് വിജയിക്കാം, എളുപ്പമാകാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തി BJP പാളയത്തിൽ എത്തിച്ചതാണ് എന്നാണ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അക്ഷയ് കാന്തി തന്നെ രംഗത്ത് വന്നിരുന്നു. BJPയിൽ നിന്ന് ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല എന്നും കോൺഗ്രസിന്റെ നിസ്സഹകരണം മൂലമാണ് പത്രിക പിൻവലിക്കേണ്ടി വന്നതെന്നും അതുകൊണ്ടാണ് അവസാന നിമിഷം പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്തത്. കോൺഗ്രസിൽ നിന്ന് തനിക്ക് യാതൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല, ഏജന്റുമാരുടെ ലിസ്റ്റ് പോലും തന്നില്ല, അതേപോലെ ജനസമ്പർക്ക പരിപാടികൾ നിരന്തരം റദ്ദാക്കി തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ശരിയായ രീതിയിൽ ജനസമ്പർക്ക പരിപാടികൾ നടത്തിയില്ലെങ്കിൽ മത്സരിക്കാനാവില്ല എന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ അതിലും നടപടി ഒന്നും ഉണ്ടായില്ല. തനിക്കെതിരെ വധശ്രമ കേസിൽ കുറ്റപത്രം നൽകിയെന്ന ആരോപണവും ശരിയല്ല. കേസിൽ വാദം കേൾക്കണമെന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്. ഡെമ്മി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതിന് താനല്ല ഉത്തരവാദിയെന്നും ചില കോൺഗ്രസ് നേതാക്കൾ കളിച്ച കളിയാണതെന്നും അദ്ദേഹം പറഞ്ഞു. 13-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇതോടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെയായി. BJP, BSP, SUCI എന്നിവയിൽ നിന്നടക്കം 14 സ്ഥാനാർത്ഥികളാണ് മത്സരത്തിനുള്ളത്. സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നാൽ നോട്ടയ്ക്ക് വോട്ട് കുത്താനാണ് പല കോൺഗ്രസ് നേതാക്കളും ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.